ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ പോണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടാർപോളിൻ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 അടി നീളം, ഒരു 3 അടി വീതിയിലാണ് നമ്മളിപ്പോൾ ഈ പോണ്ട് സെറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. പിന്നെ ഇത് എത്രമാത്രം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് കുറേ മുമ്പ് വാങ്ങിച്ചൊരു ടാർപോളിനായിരുന്നു. അപ്പോൾ കുറേ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഗമ്മ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൽ വെള്ളം പിടിച്ച് വെക്കണം, എന്നിട്ട് ഇതിന് ലീക്ക് ഉണ്ടോയെന്ന് അറിയണം. അപ്പോൾ 1-2 മണിക്കൂർ വെള്ളം പിടിച്ച് നമുക്ക് വെച്ചിട്ട് ഇതിന് നമുക്ക് ആദ്യം ലീക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് കഴിഞ്ഞ് ഇനി നമ്മളൊരു 1-2 മണിക്കൂർ നമ്മളൊന്ന് നോക്കണം, ഇതിൽ ലീക്ക് ഉണ്ടോ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു 1-2 മണിക്കൂർ വേണം. അപ്പോൾ ആ ടൈം നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നിറച്ചത്ര വെള്ളം തന്നെ അതിലുണ്ട്. അപ്പോൾ ലീക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിപ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ വ്യൂ ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ആ ഒരു ഗ്യാപ്പ് ടൈമിൽ ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഒരു വ്യൂ. ഇനി ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കിനി ഇതിൽ മീനിടാന്നുള്ളതിലാണ്. അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷിനെ ഇതിൽ ഇറക്കി വിടാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ നാച്ചുറൽ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ കുറച്ച് കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഭംഗി കിട്ടും. അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മീൻ ഇറക്കി വിടാം. അപ്പോൾ മീൻ ഇറക്കി വിടാന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് ഓസ്കാറും ഇതാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓസ്കാറിന് ഓൾറെഡി ഒരു ടാങ്ക് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യും, തൽക്കാലം ഒരു ഗോൾഡ് ഫിഷ് ഇറക്കി വിടാം. അപ്പോൾ ഒരു 3-4 ഗോൾഡ് ഫിഷ് ഉണ്ട്, അവരെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വിടാം കേട്ടോ. ഇവന്മാരാണ് നമ്മളിപ്പോൾ ഇതിൽ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വേറെ മീനുകളെ നമുക്കിതിൽ ആഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൻ്റെ ലെവലൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവർ പതുക്കെ നമ്മൾ ഇറക്കി വിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവരെങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്. എല്ലാവരും നേരെ താഴത്തേക്ക് പോകുള്ളത്. അത്യാവശ്യം നല്ല ആളുള്ളതുകൊണ്ട് ഒരു ക്ലിയർ കിട്ടുന്നില്ല. അവർ നല്ല ചെക്കൻ്റെ നഴ്സറി വിടാനായി ഇനി ചെക്കനെ വിളിച്ചു കൊണ്ടുവരണം. ചെക്കനാണ് ഒക്കെ കിഡ്, ആൾക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ക്രേസുള്ളത് മീൻ വളർത്തുന്നത്. അപ്പോൾ ആൾ ഇന്നത്തെ പോലെ വിളിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, സർപ്രൈസായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, അത് കാണിച്ചു കൊടുക്കുക. എന്താണ് ആളുടെ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ അങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും പറയണമൊന്നുമില്ല. ആൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു. ചിരിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കത് ഇഷ്ടമായി എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ട്, എന്തോ പറയുന്നുണ്ട്. ആൾക്ക് അതിൽ മീൻ ഇറക്കി വിടണം എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ മേളിലുള്ളത് ഇപ്പോൾ ഓസ്കാറാണ് ഉള്ളത്. ഓസ്കാറും ഗോൾഡ് ഫിഷ് വിട്ടാൽ ഫൈറ്റ് ചെയ്യുമെന്നുള്ളത് അറിയാൻ പറ്റില്ല. അത്യാവശ്യം രണ്ടുപേരും നല്ല സൈസുള്ളതുകൊണ്ട് കുഴപ്പമില്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓസ്കാറിനെ പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആൽബിനോവിനാണ് പിടിച്ചിട്ടുള്ളത്, ആൽബിനോ ടൈഗർ. ഇതൊരു 2 ഇഞ്ചസ് ഉള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ ചെക്കനെ കൊണ്ട് തന്നെ റിലീസ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ ലെവലൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതുവരെ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്കതിലെന്ത് ചെയ്യാം, പതുക്കെ ഇറക്കി വിടാം. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഇറക്കി വിടുന്നുണ്ട്. ആളും മറ്റേ ആൾക്കാർ പോലെ നേരെ താഴത്തേക്കാണ് പോയിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഇപ്പോൾ നല്ലൊരു അടിപൊളി മഴ പെയ്തു. മഴയത്ത് നമ്മളും ഹാപ്പി, മീനുകളും ഹാപ്പിയാണ്. അപ്പോൾ ഇതാണിപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ള വ്യൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് നിങ്ങൾ മുമ്പിൽ വരുന്നതാണ്.